അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മളൊരു അടിപൊളി ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബണ്ണിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു 2 ഏലക്കേര അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, മധുരം എത്ര വേണോ അതിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ഈ പാലിനെ ഒന്ന് ജസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം എന്താ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ പാലിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു 2 മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഇപ്പം വെച്ച മാവിൻ്റെ ഇരട്ടിയായിട്ട് അത് പൊങ്ങി വരികയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ എന്താ അതിനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് എത്ര ബോൾസ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും. ഇതിപ്പോൾ ഒരു 8-10 ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ബണ്ണൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീം സെറ്റാണ്. അതിനുശേഷം എന്താ ചൂടാറിയ ബണ്ണ് ഒന്ന് നടുകെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ക്രീം ബണ്ണ് സെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ